തെക്കൻ കേരളത്തിൽ ആദ്യമായി പ്രത്യക്ഷ ഗണപതി പൂജ നടക്കുന്ന ക്ഷേത്രമാണിത്. ഇതെന്ന് പറഞ്ഞാൽ ആനയെ പീഠത്തിലിരുത്തി പഞ്ചോപഹാരത്തോടു കൂടി പൂജ ചെയ്യുന്ന ചടങ്ങാണ്. ഗജപൂജയ്ക്ക് എത്തുന്നത് കീഴൂട്ടി വിശ്വനാഥൻ പ്രസിദ്ധിയുള്ള നമ്മുടെ മന്ത്രിയുടെ ആനയാണ്. ഇത് നടത്തുന്നത് നമ്മുടെ കോട്ടയം സൂര്യകാലടി മനയിലെ സൂര്യൻ പരമേശ്വരൻ പട്ടതിരിപ്പാട് എന്ന തിരുമേനിയാണ്. അതെ, ഞായറാഴ്ച മെയ് 4-ാം തീയതി. മറ്റ് ഗണപതി ഹോമങ്ങളെല്ലാം തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നെയാണ് നടത്താറുള്ളത്. ഇത് സൂര്യകാലടി മന എന്ന് പറയുന്ന പ്രസിദ്ധിയുള്ള മനക്കാർക്ക് മാത്രമാണ് പകല് ഗണപതി ഹോമം നടത്താനുള്ള അനുവാദമുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ഇരണൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലാണ്. തെക്കൻ കേരളത്തിൽ ആദ്യമായി പ്രത്യക്ഷ ഗണപതി പൂജ നടക്കുന്ന ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൽ എന്തുകൊണ്ടാണ് പ്രത്യക്ഷ ഗണപതി പൂജ നടക്കുന്നത്, ഈ പൂജയുടെ പ്രത്യേകതകൾ, സവിശേഷതകൾ ഇതെല്ലാം എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ സംഘാടകർക്കൊപ്പമാണ്. ഇവർ പറയും എന്താണ് ഈ പൂജയുടെ പ്രത്യേകത എന്ന്. ഈ ക്ഷേത്രത്തിലെ പൂജയോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി അംഗങ്ങളാണ് കൂടെയുള്ളത്. നമസ്കാരം. നമസ്കാരം. ശരിക്കും ഈ പ്രത്യക്ഷ ഗണപതി പൂജ എന്ന് പറഞ്ഞാൽ തെക്കൻ കേരളത്തിൽ ആദ്യമായി നടക്കുകയാണ്. എങ്ങനെയാണ് അതിന്റെ ഒരുക്കങ്ങളൊക്കെ? ഒരുക്കങ്ങളായി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ ആനയെ പീഠത്തിലിരുത്തി പഞ്ചോപഹാരത്തോടു കൂടി പൂജ ചെയ്യുന്ന ചടങ്ങാണ്. ഇത് തെക്കൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് കൊട്ടാരക്കര ഇരണൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ 1008 നാളികേരത്തിന്റെ ഗണപതി ഹോമമാണ്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, സഹസ്രാഷ്ടാധിക ഗണപതി ഹോമം എന്ന് പറയും. ഇത് നടത്തുന്നത് നമ്മുടെ കോട്ടയം സൂര്യകാലടി മനയിലെ സൂര്യൻ പരമേശ്വരൻ പട്ടതിരിപ്പാട് എന്ന തിരുമേനിയാണ്. അദ്ദേഹത്തോടൊപ്പം 8 തിരുമേനിമാരാണ് ഈ പൂജ ചെയ്യുന്നത്. അപൂർവമായിട്ടുള്ള പൂജയാണ്. അത് എല്ലാവരും പങ്കെടുക്കണം എന്നാണ് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു പൂജ നടന്നിട്ടില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. തെക്കൻ കേരളത്തിൽ ആദ്യമായിട്ടാണല്ലേ? ശരി. അപ്പൊ നിങ്ങളൊക്കെ അതിന്റെ ഒരുക്കങ്ങളിലാണോ? അതെ, പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആനയെ പീഠത്തിലിരുത്തുന്ന ഒരു ചടങ്ങാണല്ലേ? അപ്പൊ ആനയെ ഗണപതിയായി സങ്കല്പിച്ചുകൊണ്ടാണ് ഈ പൂജ നടത്തുന്നത്. ഗജപൂജയ്ക്ക് എത്തുന്നത് കീഴൂട്ടി വിശ്വനാഥൻ പ്രസിദ്ധിയുള്ള നമ്മുടെ മന്ത്രിയുടെ ആനയാണ്. ഗണേഷ് കുമാർ സാറിന്റെ ആന. അപ്പൊ നമ്മള് രാവിലെ എത്ര മണിയോട് കൂടിയിട്ടാണ് പൂജ ആരംഭിക്കുന്നത്? രാവിലെ 6 മണിയോടുകൂടി ഗണപതി ഹോമത്തിന്റെ ചടങ്ങ് പൂജകൾ ആരംഭിക്കും. പക്ഷെ അതിന് മുന്നേ തന്നെ ഇവിടെ ഒരുക്കങ്ങളെല്ലാം നടക്കും. സാധാരണ ഗണപതി ഹോമം നടക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അങ്ങനെ. അപ്പൊ ഈ പൂജയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത? അതായത് പകൽ സമയങ്ങളിൽ നടക്കാറുണ്ടോ? അതെ, ഇതാണ് ഈ ഗണപതി ഹോമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം മറ്റ് ഗണപതി ഹോമങ്ങളെല്ലാം തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നെയാണ് നടത്താറുള്ളത്. ഇത് സൂര്യകാലടി മന എന്ന് പറയുന്ന പ്രസിദ്ധിയുള്ള മനക്കാർക്ക് മാത്രമാണ് പകല് ഗണപതി ഹോമം നടത്താനുള്ള അനുവാദമുള്ളത്. അപ്പൊ അവിടെ നിന്നുള്ള തിരുമേനിമാര് വന്നാണ് ഈ ചടങ്ങ് നടത്തുന്നത്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും ഇവിടുത്തെ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ അതെ, ഒരുപാട് ആൾക്കാരെത്തും. അവർക്കുള്ള അന്നദാനം കാര്യങ്ങളെല്ലാം ഇവിടെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ചയാണ്. അതെ, ഞായറാഴ്ച മെയ് 4-ാം തീയതി. വിശ്വനാഥൻ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറിന്റെ ആനയാണ്. ആ ആനയാണ് ശരിക്കും പറഞ്ഞത് ഗണപതിയായി സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ ക്ഷേത്രത്തിൽ പ്രത്യക്ഷ ഗണപതി പൂജ നടക്കുന്നത്. ഈ കാലടിയിൽ നിന്നുള്ള സൂര്യകാലടി മനയിൽ നിന്നുള്ള തിരുമേനിമാരാണ് എത്തുന്നത്. ശരിക്കും വലിയ രീതിയിലുള്ള ഒരു ആചാര അനുഷ്ഠാനമാണ് ഇപ്പോൾ നടക്കുന്നത്. നാടിന്റെ വിവിധ ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന മുഹൂർത്തത്തിനാണ് ഞായറാഴ്ച സാക്ഷ്യം വഹിക്കുന്നത്.